ഭാരതത്തിൽ ഏറ്റവും സഹായവും സേവനവും ലഭ്യമാക്കേണ്ടത് മുസ്ലിം സമൂഹത്തിന്. അവർക്കുകൂടി മിഷണറി സേവനം നൽകണം. എന്തുകൊണ്ട് ഹിന്ദുവിനുള്ള മിഷണറി പ്രവർത്തനം മുസ്ലിമിന് കൊടുക്കുന്നില്ല? സച്ചാർ റിപ്പോർട്ട് പ്രകാരം സഹായിക്കപ്പെടേണ്ടത് അവരല്ലേ? ചോദ്യങ്ങൾ ഉന്നയിച്ച് ടി.പി. സെൻകുമാർ. മിഷണറി പ്രവർത്തനങ്ങളെല്ലാം ഹിന്ദു മേഖലകളിലാണ്. എന്തുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്നും മുൻ DGP ടി.പി. സെൻകുമാർ. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഭാരതത്തിൽ ഏറ്റവും സഹായവും സേവനവും ലഭ്യമാക്കേണ്ടത് മുസ്ലിം സമൂഹത്തിനാണ്. എല്ലാ മിഷണറി പ്രവർത്തനവും ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒരു മുസ്ലിം ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ മിഷണറി സേവനം ചെയ്തതായി വാർത്തകൾ വന്നിട്ടില്ല എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ടി.പി. സെൻകുമാർ പറയുന്നു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ പേരിൽ കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മുതലെടുപ്പിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് സെൻകുമാറിന്റെ പോസ്റ്റ് ശ്രദ്ധേയമാകുന്നതും ചർച്ചയാകുന്നതും. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഭാരതത്തിലെ ഏറ്റവും സഹായവും സേവനവും ലഭ്യമാക്കേണ്ടത് മുസ്ലിം സമൂഹത്തിനാണ്. എന്നാൽ എല്ലാ മിഷണറി പ്രവർത്തനവും ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലാണ്. ഒരു മുസ്ലിം ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ മിഷണറി സേവനം ചെയ്തതായി വാർത്തകൾ വന്നിട്ടില്ല. സേവനത്തിനും സഹായങ്ങൾക്കും അവരല്ലേ സച്ചാർ റിപ്പോർട്ട് പ്രകാരം അർഹർ. അങ്ങനെയുള്ളപ്പോൾ ഈ സേവനങ്ങൾക്കും സഹായങ്ങൾക്കും മുസ്ലിം ഭൂരിപക്ഷ മേഖലകളെ അല്ലേ തിരഞ്ഞെടുക്കേണ്ടത്? അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ 2 മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. 2 കന്യാസ്ത്രീകളും ദുർഗിലെ സെൻട്രൽ ജയിലിൽ തുടരും. സെഷൻ കോർട്ടിലേക്കാണ് ഇനി ജാമ്യാപേക്ഷ സംബന്ധിച്ച നടപടികൾ എത്തുന്നത്. എന്തായാലും മുസ്ലിം മേഖലയിലുള്ളവരെ മാത്രം ഇത്തരം മതപരിവർത്തനത്തിനായി ടാർഗറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ കേന്ദ്രീകരിക്കുന്നില്ല എന്നതാണ് ടി.പി. സെൻകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. മതപരിവർത്തനമായിരുന്നോ അവരുടെ ലക്ഷ്യം? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഈ പ്രശ്നം ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. ഇതിൻ്റെ പുറകിലുള്ള കൂടുതൽ വിവരങ്ങളുടെ അന്വേഷണം നടക്കുകയാണ്. പക്ഷേ അപ്പോഴും വളരെ ശ്രദ്ധേയമായൊരു വിഷയമാണ് ടി.പി. സെൻകുമാർ ഉന്നയിച്ചിരിക്കുന്നത്. ഹിന്ദു മേഖലകളിൽ മാത്രം മതപരിവർത്തനം എന്ന ഒരു പ്രോസസ്സ്, അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നതിൻ്റെ രീതികളിലേക്ക് അവിടെ മാത്രം കേന്ദ്രീകരിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ടി.പി. സെൻകുമാർ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സഭയ്ക്ക് കീഴിലെ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി 3 പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന 2 മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചത്. കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ചുമത്തിയത് ഗുരുതര വകുപ്പുകളാണ്. മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും അടക്കം 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് FIR തയ്യാറാക്കിയത്. സിസ്റ്റർ പ്രീതി മേരിയാണ് 1-ാം പ്രതി. സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് 2-ാം പ്രതിയും. പെൺകുട്ടികളുടെ ബന്ധു സുഖ്മൻ മണ്ഡാവി 3-ാം പ്രതിയുമാണ്. ഇവർക്കെതിരെ ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമത്തിലെ 4, ഭാരതീയ ന്യായ സംഹിത 143 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണിത്. പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റിയതായി മനുഷ്യക്കടത്തും സംശയിക്കുന്നുവെന്നും FIRലുണ്ട്. ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെ RPF ഉദ്യോഗസ്ഥർ പെൺകുട്ടികളെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടതായി അറിയിച്ചതാണ് കേസിന് ആധാരമായത്. അതേസമയം ബജ്രംഗ് ദൾ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയുണ്ടായി. പോലീസിനെ സമ്മർദ്ദത്തിലാക്കിയാണ് കേസെടുപ്പിച്ചത് എന്നും ഇവർക്ക് സർക്കാരിന്റെ പിന്തുണ ഉണ്ട് എന്നും ദൃക്സാക്ഷിയായ മലയാളി വൈദികൻ ആരോപിച്ചു. സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. എന്തായാലും മതപരിവർത്തന മേഖലകൾ, മതപരിവർത്തനം എന്ന രഹസ്യമായി നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹിന്ദുക്കളെ ആണ് എന്ന ഗുരുതരമായ വിഷയമാണ് സമൂഹത്തിന് മുന്നിൽ ടി.പി. സെൻകുമാർ ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.